സോ ഇതാണ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനി കസ്റ്റമറിന് എൻക്വയറീസ് നമുക്ക് ഇവിടെ തന്നെ ഇടാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ എൻക്വയറി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻക്വയറി മീൻസ് ലീഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് കസ്റ്റമർ കൊടുക്കുക, ഫുൾ നെയിം, കമ്പനി നെയിം, ടൈപ്പ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ടൈപ്പ് ലീഡാണോ കസ്റ്റമറാണോ. അപ്പം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞ് സെലക്ട് കൊടുത്താൽ മതി. പിന്നെ ബാക്ക് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും, ആക്റ്റീവ് ആണ് ഇനാക്റ്റീവ് ആണെന്നുള്ളത്. അതുപോലെ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ആക്കിയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലീവ് ഇറ്റ് ബ്ലാങ്ക്. സ്കോപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം, നോട്ട്സ് എന്തെങ്കിലും നോട്ട്സ് സെലക്ട് ചെയ്യാം, സേവ് ആക്കിയാൽ മാത്രം മതി. നമുക്കപ്പം കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കാണും. ഇനിയിപ്പോൾ നമുക്ക് ഇൻ കേസ് സപ്പോസ് നമ്മൾ ലീഡായിട്ട് ആഡ് ആക്കി വെച്ചു, അപ്പോൾ ലീഡ് കസ്റ്റമർ ആയെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ആക്കിയാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാറ്റസ് വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ആക്കാനും പറ്റും കേട്ടോ. എഡിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കസ്റ്റമറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റമറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ എത്ര പ്രൊജക്റ്റ് ഉണ്ട്, എത്ര എസ്റ്റിമേറ്റ് ഉണ്ട്, എത്ര ഇൻവോയ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് കസ്റ്റമറും എൻക്വയറി സെക്ഷൻ വരുന്നത്. പിന്നെ വരുന്ന എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് പഴയ സിസ്റ്റത്തിൽ എസ്റ്റിമേറ്റും പ്രപ്പോസലും ഉണ്ട്. നമുക്ക് അത് രണ്ടും ഇവിടെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സെയിം എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ക്രിയേറ്റ് എസ്റ്റിമേറ്റ് കൊടുക്കുന്നു, അഗൈൻ കസ്റ്റമർ ചൂസ് ആക്കുന്നു, പ്രിപ്പയർഡ് ബൈ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ആക്കാം, സ്കോപ്പ് ഇവിടെ സെലക്ട് ആക്കാം. ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് സെയിം തന്നെയാണ്. പിന്നെ നോട്ട് എന്തെങ്കിലും നോട്ട് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്ലയൻറ്റ് നോട്ടും ടേംസ് ആൻഡ് കണ്ടീഷനും ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് കയറി വരും. സെറ്റിങ്സിൽ ഞാൻ കാണിച്ചു തരാം, അത് അവിടെ നിന്ന് കയറി വരും. നമുക്ക് സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആക്കാം, അവിടെ ഓട്ടോമാറ്റിക് കയറി വരും. അടുത്തൊരു സൈഡ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ സെക്ഷൻ നമുക്ക് ഇവിടുന്ന് സാമ്പിൾ CSV ഡൗൺലോഡ് ആക്കുക, അത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇനി മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പഴയ സിസ്റ്റം പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ആകപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് പ്രോഫിറ്റ് നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യും, അത് പേഴ്സൻറ്റേജ് ആണോ ദറംസ് ആണോ എന്നുള്ളത്. എന്നിട്ട് ആ വാല്യൂ കൊടുക്കും. ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സും കൊടുക്കും. ടാക്സ് ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യാം. ടാക്സ് ഇപ്പോൾ ഒന്നും ആഡ് ആക്കിയിട്ടില്ല, അപ്പോൾ ടാക്സ് ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ടാക്സ് കയറി വരും. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് ആണ്. പിന്നെ PDF കിട്ടും, പഴയ പോലെ തന്നെയുള്ള PDF ആണ്, കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൺവേർട്ട് ആയാൽ സെയിം ഇവിടെ ടേബിളിൽ കയറി വരും. നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ സ്റ്റാറ്റസ് നമുക്ക് അപ്ലോഡ് കൊടുത്താൽ മതി. നമുക്കിവിടെ ഈ ആക്ഷൻ ബട്ടണിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. ആക്ഷൻ ബട്ടണിൽ നമുക്ക് പെർഫോം ഇൻവോയ്സിൻ്റെ ബട്ടൺ ഉണ്ട്, ഈ എസ്റ്റിമേറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. എസ്റ്റിമേറ്റ് ബട്ടൺ പറയുമ്പം നമുക്ക് പ്രപ്പോസലായിട്ട് നമുക്ക് PDF കിട്ടുക, ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ അതിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് തന്നെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ പ്രൈസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ഓഫ് ആക്കിയാൽ മതി. നമ്മുടെ PDF പ്രൈസ് കാണിക്കുന്ന ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അതാണ് എസ്റ്റിമേറ്റ് വരുന്നത്. ആ എസ്റ്റിമേറ്റിന് നമുക്ക് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ ബട്ടണിൽ ബട്ടൺ ഉണ്ട്, ഉള്ളിൽ കയറിയാലും ബട്ടൺ വരും. അപ്പോൾ ബട്ടൺ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് വരും. ഇൻവോയ്സ് പിന്നെ വരുന്ന പർച്ചേസ് ആണ്. നമുക്ക് വെണ്ടറിന് ഇവിടെ ആഡ് ചെയ്യാം, സെയിം ലൈക്ക് കസ്റ്റമേഴ്സിന് ആഡ് ചെയ്ത പോലെ തന്നെ. പിന്നെ പർച്ചേസ് റിക്വസ്റ്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റിക്വസ്റ്റ് ഇടുന്നു, അതിനെ അപ്രൂവ് ആക്കിയിട്ട് ഓർഡറിലേക്ക് മാറ്റുന്ന പരിപാടി. പിന്നെ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇനിയിപ്പം റെക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഓഫീസ് റെൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെക്കറിങ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇൻവെൻറ്ററി എല്ലാ ഐറ്റംസും പഴയതുള്ളതെല്ലാം ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നീട് കാറ്റഗറീസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. വെയർ ഹൗസ് ഉണ്ടെങ്കിൽ വെയർ ഹൗസ് ആഡ് ചെയ്യാം. സ്റ്റോക്ക് ലെവൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ വെയർ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അക്കൗണ്ട്സ് മോഡുകളാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ടാണ് സെറ്റ് ആക്കിയത്. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് സെയിൽസും പർച്ചേസും ഇൻവോയ്സ് മാത്രം കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഓട്ടോമാറ്റിക്കലി വാറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് വരും. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ജനറേറ്റ് ആക്കി കിട്ടും. ബാങ്ക് റീകൺസിലേഷനും കാര്യങ്ങളൊക്കെ ഇത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് അടിച്ച അക്കൗണ്ടിങ് മോഡുകളാണ്. ഇവിടെ നമ്മളിതൊന്നും ചെയ്യാൻ നോക്കേണ്ട കാര്യം വരുന്നില്ല, ഇവിടെ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് വരും. ജസ്റ്റിന് ഇപ്പം മാപ്പിങ് ഇപ്പം സെക്കൻഡ് അക്കൗണ്ട്സ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ആഡ് ആക്കി തരണമെങ്കിൽ ആഡ് ആക്കി തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അതുപോലെ തന്നെ
മാപ്പിങ് ചെയ്യേണ്ടി വരും. അതായത് ഏത് അക്കൗണ്ടിലോട്ട് എന്തൊക്കെ ഹിറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ സെലക്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് റിപ്പോർട്ടിങ് വരുന്നത്. അപ്പോൾ ഒരു വാറ്റിൻ്റെ ഇപ്പം നമുക്ക് FTA സബ്മിറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ഇപ്പം വാറ്റ് റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ഓരോ സെക്ഷനുണ്ട്. ഔട്ട്പുട്ട് വാറ്റ്, ഇൻപുട്ട് വാറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും ഇന്ന ടൈം ഫ്രെയിമിൽ. ജസ്റ്റ് അപ്ഡേറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് എല്ലാ റിപ്പോർട്ടും പ്രോപ്പറായി കിട്ടും. എക്സലാണെങ്കിൽ എക്സലും കിട്ടും. പിന്നെ വേറെ കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. എല്ലാ സിസ്റ്റം വഴി തന്നെ കിട്ടും. ജസ്റ്റ് ഇപ്പം നമുക്ക് ഇതിൽ അക്കൗണ്ടിൽ അകപ്പാട് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്തു തരാം. ഒന്ന് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആഡ് ചെയ്യണം, പിന്നെ മാപ്പിങ്. ഇത് രണ്ടും പ്രോപ്പറായി കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റഡ് ആണ്. നമ്മൾ ഇൻവോയ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഡ്രാഫ്റ്റ് ഉണ്ട്. പിന്നെ ഇൻവോയ്സ് ഉണ്ടായതിനു ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ എസ്റ്റിമേറ്റിൻ്റെ ഇവിടെ നിന്ന് ഇത് PDF ആണ്, കൺവേർട്ട് ഇൻവോയ്സ് ആക്കാൻ പറ്റും. പിന്നെ ഇത് പ്രപ്പോസലിൻ്റെ PDF. ഇത് നമ്മുടെ ലോഗോ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ ഇത് നമുക്ക് പെർഫോം ഇൻവോയ്സും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാറ്റസ് മാറ്റാൻ പറ്റും. റിജക്റ്റ്, എക്സ്പയർഡ് എന്നൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻവോയ്സിൻ്റെ സെക്ഷൻ വരുമ്പം ഇപ്പോൾ ഡ്രാഫ്റ്റ് നമുക്കത് പോസ്റ്റ് അക്കൗണ്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അക്കൗണ്ടിങ്ങിൽ റിഫ്ലക്റ്റ് ആവും. PDF ഇവിടെ നിന്ന് ജനറേറ്റ് ആവും. ഫിനാൻസ് സെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ ചാർട്ട് അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് തരാം. പ്ലസ് മെയിൻ തിങ് ചെയ്യേണ്ടത് മാപ്പിംഗ് ആണ്. ഏതൊക്കെ സെക്ഷൻ എവിടെയൊക്കെ മാപ്പ് ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായി കൊടുത്താൽ ഇവിടെ ഹിറ്റാവും. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിങ്ങിൽ ട്രയൽ ബാലൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് കൂടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ മെയിൻ കേസ് വാറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് എന്തൊക്കെയാണ് സബ്മിറ്റ് ആക്കി എന്ത് കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടും. പിന്നെ ഗോയിങ് ബാക്ക് പ്രൊജക്റ്റ്, എല്ലാ പ്രൊജക്റ്റും ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം പ്രോഗ്രസ്സിലാണ് അവിടെ സ്റ്റാറ്റസ് ഉള്ളത്. നമുക്കിവിടെ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുത്താൽ മതി. ലോഗോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് റിപ്പോർട്ട് കയറി വരും. ഓരോ പ്രൊജക്റ്റിന് ടാസ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ടാസ്ക് ആഡ് ചെയ്യാം. അതല്ല ഓൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും കാണാം. നമുക്ക് കൻബാൻ ബോർഡും ഉണ്ട്, ലിസ്റ്റ് ബോർഡും ഉണ്ട്. പിന്നെ പ്രൊജക്റ്റ് എക്സ്പെൻസ്, പ്രൊജക്റ്റിൻ്റെ അഗെയിൻസ്റ്റ് എന്നുള്ള എക്സ്പെൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ആക്കിയാൽ മതി. ഇതും അക്കൗണ്ട്സിൽ ഹിറ്റാവും പ്രോപ്പറായിട്ട്. പിന്നെ എംപ്ലോയി ലിസ്റ്റ് ഓൾറെഡി ആഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അവർക്ക് അവരുടെ പേറോളും കാര്യങ്ങളും ലീവൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. പേറോൾ ആണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സിൽ ഹിറ്റാകും. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പയറിങ് ഡോക്യുമെൻറ്റ്സ്. അതിപ്പോൾ എന്തും ആകാം, ട്രേഡ് ലൈസൻസ് ആകാം, ക്ലയൻസിൻ്റെ സംഭവങ്ങളാകാം, ക്ലയൻസിൻ്റെ ട്രേഡ് ലൈസൻസും വാറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതവിടെ കൊണ്ടിടാം. സ്റ്റാഫിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആകാം, അതിലൂടെ കൊണ്ടുവരും. പിന്നെ കോൺട്രാക്ട് ആസ് പെർ ദ സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ എല്ലാ യൂസറേയും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ യൂസറേയും കാണാൻ പറ്റും. ആഡ് യൂസറിനെ കൊടുക്കാൻ പറ്റും. ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാറ്റണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പാസ്വേഡും കാര്യങ്ങളും മാറ്റി കൊടുക്കാം. അവരുടെ ആക്റ്റീവ് സ്റ്റാറ്റസ് മാറ്റാൻ പറ്റും. പിന്നെ അവരുടെ റോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. റോൾ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. മൾട്ടിപ്പിൾ റോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓരോ റോളിനും പെർമിഷൻ നമുക്ക് ഇവിടെ നിന്ന് ഈ ബട്ടൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന മൊഡ്യൂൾസിൻ്റെ പെർമിഷൻ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ കൊടുത്തിട്ട് സേവ് ആക്കിയാൽ മതി. അപ്പോൾ അത് അവർക്ക് കിട്ടും. പിന്നെ വരുന്നത് കമ്പനി ഇൻഫർമേഷൻ. ഇവിടെ നമുക്ക് കമ്പനി ലോഗോ, ഇമെയിൽ, ഫോൺ നമ്പർ, TRN നമ്പർ കൊടുത്താൽ PDF അതൊക്കെ ജനറേറ്റ് ആയി വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് എസ്റ്റിമേറ്റിൽ കാണിക്കേണ്ട ക്ലയൻറ്റ് നോട്ടും ടേംസ് ആൻഡ് കണ്ടീഷനും കൊടുത്താൽ ഓട്ടോമാറ്റിക് അവിടെ കയറി വരും. ഇത് കോൺട്രാക്റ്റിൽ വരുന്ന സംഭവമാണ്. കോൺട്രാക്റ്റിനും PDF ഉണ്ട്. ഈ ലെവലിൽ കിട്ടും കോൺട്രാക്ട് PDF.